ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഖറിൻ്റെ രാജി അനാരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം കഴിഞ്ഞ ദിവസം പൂർണ്ണമായും അദ്ദേഹം സഭാ നടപടികൾ നിയന്ത്രിച്ചു. ഉച്ചയ്ക്ക് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ചു. സാധാരണഗതിയിൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ ഏറ്റവും പ്രധാനമായും പങ്കെടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ, സഭാ നേതാവായിട്ടുള്ള JP നദ്ദയും പാർലമെൻ്ററി കാര്യമന്ത്രിയുമാണ്. അപ്പോൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ അവർ രണ്ടുപേരും പങ്കെടുക്കുന്നില്ല. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ഇന്നത്തേക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് മാറ്റിവെക്കുക. അപ്പോൾ തന്നെ ദുരൂഹത മണത്തതാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ, സഭാ നേതാവ് അടക്കം പാർലമെൻറ്റിൻ്റെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക, വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജി അനൗൺസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ദുരൂഹതയുണ്ട്. മാത്രവുമല്ല, ഈ ആഴ്ചയിലും വരുന്ന ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. അനാരോഗ്യം മൂലമാണ് രാജി എന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് നിഷ്പ്രയാസമാകാമായിരുന്നു. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ആദ്യ ദിവസം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിക്കുക, യോഗത്തിൽ ഗവൺമെൻറ് പ്രതിനിധികൾ പങ്കെടുക്കാതിരിക്കുക, പ്രത്യേകിച്ചും സഭാ നേതാവ് കൂടിയായിട്ടുള്ള BJP അഖിലേന്ത്യാ പ്രസിഡന്റ് JP നദ്ദയും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അടക്കമുള്ളവർ പങ്കെടുക്കാതിരിക്കുകയും വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ രാജിപ്രഖ്യാപനം വരികയും ചെയ്യുമ്പോൾ ഏതോ സമ്മർദ്ദത്തിന് വിധേയമായി അല്ലെങ്കിൽ നിർദ്ദേശത്തിന് വിധേയമായി അദ്ദേഹം രാജിവെച്ചു എന്ന് വേണം കരുതാൻ. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അനാരോഗ്യം മൂലമാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് എന്നുള്ളത് ഒരു തരത്തിലും വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധി അനുവദിക്കുന്നില്ല. ഈ ആവശ്യം മതിയാക്കി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നത്. അല്ല, ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ഗവൺമെൻറ്റിനോട് വളരെ ലോയലായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളത്. രാജ്യസഭാ നടപടിക്രമങ്ങൾ പരിശോധിച്ചാലും പൂർണ്ണമായും ഗവൺമെൻറ് വിധേയമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും. വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഇഷ്യൂസൊക്കെ രാജ്യസഭയിലും പാർലമെൻറ്റിലും ഒക്കെ ചർച്ചയ്ക്ക് വരുമ്പോഴുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആകെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ജുഡീഷ്യറിയുടെ ഒരു ഓവർ ആക്ട് അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ്. കാരണം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനിവാര്യമാണ് എന്ന നിലയിൽ നിരന്തരമായി പ്രതികരിച്ചു കൊണ്ടിരുന്നയാളാണ്. ആ കാര്യത്തിൽ അദ്ദേഹം കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ജുഡീഷ്യറിയെ അനിയന്ത്രിതമായി കയറൂരി വിടുന്നത് ശരിയല്ല. ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ നിയാമകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകണം, പാർലമെൻറ്റിന് കൺട്രോൾ ഉണ്ടാകണം എന്ന നിലയിലുള്ള നിലപാടുകൾ വളരെ വളരെ കർശനമായി അദ്ദേഹം കഴിഞ്ഞ സമീപ ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതൊരു പരിധിവരെ ശരിയുമായിരുന്നു. എന്താണ് കാരണം, അദ്ദേഹത്തിൻ്റെ രാജിക്ക് ആധാരമായിട്ടുള്ള പൊളിറ്റിക്കൽ റീസണിങ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല. ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പോൾ നിതീഷ് കുമാർ, ശശി തരൂര്, മുഹമ്മദ് ആരിഫ് ഖാൻ, ശ്രീധരൻപിള്ള, ഇങ്ങനെ കുറേ പേരുടെ പേരുകൾ അന്തരീക്ഷത്തിലുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക്. ഈ ഡൽഹിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളെന്ന രീതിയിൽ അങ്ങേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭ്യമാണോ? BJPയുടെ തീരുമാനത്തെ സംബന്ധിച്ച് മുൻകൂട്ടി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് രണ്ടുപേരാണ് പ്രധാനമായും തീരുമാനിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അമിത്ഷായും ഇവരാണ് പ്രധാനമായും ആ തീരുമാനത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാർ. അപ്പോൾ അപ്രതീക്ഷിതമായ തീരുമാനങ്ങളാണ്. നമുക്കറിയാം, രാഷ്ട്രപതിയുടെ കാര്യത്തിൽ, ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഒരുപാട് റൂമേഴ്സ് ഡൽഹിയുടെ വിവിധ വൃത്തങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതൊന്നും നിജസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാകണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴുള്ള നമ്മുടെ മുമ്പിലുള്ള പോംവഴി.